ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. നമ്മുടെ എക്സാമിന് ശേഷം നമ്മൾ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ എക്സാം നടത്തി. ചാപ്റ്റർ 2 കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ എക്സാം നടത്തി. ഇൻ ബിറ്റ്വീനിൽ തന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫൈനൽ റൗണ്ട് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന 2 ചാപ്റ്റേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്ത ഒരു അസൈൻമെൻറ്റ് ഷീറ്റ് നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ അസൈൻമെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ചിലർ അതിലെ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ലെക്ചർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 30 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നില്ല. പകരം നിങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ള ചോദ്യത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കി, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇഫ് കൊളംബ്സ് ലോ ഈസ് ഇൻവോൾവ്ഡ് ഇൻ 1/r³ ഡിപ്പെൻഡൻസ് ഇൻസ്റ്റെഡ് ഓഫ് 1/r², വുഡ് ഗോസസ് ലോ സ്റ്റിൽ ഹോൾഡ് എന്നാണ് ചോദ്യം. അതായത് കൊളംബ്സ് ലോയിൽ നമുക്കറിയാം F ഈസ് ഈക്വൽ ടു, കൊളംബ്സ് ലോയിൽ നോക്കൂ, F ഈസ് ഈക്വൽ ടു നമ്മുടെ കയ്യിലുണ്ട് എന്താണ് 1/4πε0 k q1 q2 ഡിവൈഡഡ് ബൈ r². ഇതാണല്ലോ കൊളംബ്സ് ലോയുടെ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. ഇതാണ് നമ്മൾ ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ ഇതിലുള്ളത് നോക്കൂ, ഫ്രം ദിസ് ഇക്വേഷൻ യു ക്യാൻ സേ ദാറ്റ് എഫ് പ്രൊപ്പോർഷണൽ ടു 1/r². 1/r² ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കൊളംബ്സ് ലോയിൽ നിലവിലുള്ളത്. നമുക്ക് 1/r² ഡിപ്പെൻഡൻസ് ആണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൽ ഈ r² പകരം ഇവിടെ r³ ആയിരുന്നെങ്കിൽ ഗോസസ് ലോയിൽ വല്ല പ്രശ്നമുണ്ടോ, ഗോസസ് ലോ അപ്പോഴും ഉഷാറായി അതുപോലെ നിലനിൽക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത് മനസ്സിലായോ? കൊളംബ്സ് ലോയിലുള്ള 1/r², ഇത് q1 q2 × 1/r² ആണല്ലോ. ഈ 1/r² പകരം 1/r³ ആണെങ്കിൽ ഗോസസ് ലോ അപ്പോഴും ഹോൾഡ് ഗുഡ് ആവോ എന്നാണ് ചോദ്യം. ക്ലിയർ ആയോ? ഗോസസ് ലോനെ അത് ബാധിക്കുമോ എന്നുള്ളത് നോക്കൂ. ഇത് പിന്നെ നമ്മൾ ഗോസസ് ലോനെ സംസാരിച്ച സമയത്ത് ചാപ്റ്റർ 1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമായിരുന്നു. അതായത് ഗോസസ് ലോയും കൊളംബ്സ് ലോയും പറ്റി നമ്മൾ എന്താ പറഞ്ഞത്, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെ പോലെയാണ് അവർ. അതായത് ഗോസസ് ലോ ഡിറൈവ് ചെയ്ത്, അതായത് ഡെറിവേഷൻ ഓഫ് ഗോസസ് ലോ, പ്രൂഫ് ഓഫ് ഗോസസ് ലോ നമ്മൾ ചെയ്തില്ലേ. അപ്പോൾ ഗോസസ് ലോ പ്രൂവ് ചെയ്ത് കൊടുത്ത് നമ്മൾ എന്താ യൂസ് ചെയ്ത്, കൊളംബ്സ് ലോയിൽ നിന്ന് തുടങ്ങി നമ്മൾ ഗോസസ് ലോക്ക് എത്തുക ചെയ്ത്. തിരിച്ചും പോസിബിളാണ്. അതായത് ഗോസസ് ലോയിൽ നിന്ന് തുടങ്ങി നമുക്ക് കൊളംബ്സ് ലോയിലേക്ക് എത്താം, കൊളംബ്സ് ലോ എന്ന് തുടങ്ങിയിട്ട് ഗോസസ് ലോയിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾ ആ ഡെറിവേഷൻ്റെ പാർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ആ പാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കൂ. അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള PDF നോട്ട്സിൽ പ്രൂഫ് ഓഫ് ഗോസസ് ലോ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ കൊളംബ്സ് ലോയിലുള്ള 1/r² ആണ്, അതായത് E = 1/4πε0 q/r² എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്ത് ആ r² ആണ് അവിടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവസാനം നമുക്ക് q/ε0 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് ഒന്നുകൂടെ എടുത്ത് നോക്കുക. ഞാൻ ഇപ്പോൾ അത് കാണിക്കേണ്ട എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളംബ്സ് ലോയിൽ 1/r³ ഡിപ്പെൻഡൻസ് ആയാൽ പിന്നെ ഗോസസ് ലോ ഒരിക്കലും ആ നിലക്ക് നിൽക്കില്ല. ഗോസസ് ലോയിൽ ചേഞ്ച് ഉണ്ടാവും. കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും കണക്റ്റഡ് ആണ്, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെ പോലെയാണ് എന്നാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1/r³ ഡിപ്പെൻഡൻസ് ആക്കിയാൽ ഗോസസ് ലോ സ്റ്റിൽ ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ ഗോസസ് ലോയിലും കറസ്പോണ്ടിങ് ചേഞ്ച് ഉണ്ടാവും. കൊളംബ്സ് ലോയിൽ എന്ത് ചേഞ്ചാണ് വരുത്തുന്നത്, ആ ചേഞ്ച് എവിടെയും റിഫ്ലക്റ്റഡ് ആവും, ഗോസസ് ലോയിലും റിഫ്ലക്റ്റഡ് ആകും എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സോൾവ്ഡ് എക്സാമ്പിളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ഓൺ പേജ് നമ്പർ 21, 21ാമത്തെ പേജിൽ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1.8 സോൾവ്ഡ് എക്സാമ്പിൾ 1.8 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. അത് നോക്കൂ, ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അന്ന് ഇത് ഡിസ്കസ് ചെയ്യാതെ പോയത് തന്നെ നിങ്ങൾക്ക് ഈ പ്ലേറ്റിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരുന്നു. നോക്കാം. An electron falls through a distance of 1.5 cm in uniform electric field of 2 × 10⁴ Newton/Coulomb. എന്ന് വെച്ചാൽ നോക്കൂ, ഇവിടെ സംസാരിക്കുന്ന ഇതാണ്, ഈ 2 പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 1.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്, സെൻറ്റിമീറ്റർ. ഇത് നോക്കൂ, നെഗറ്റീവ് പ്ലേറ്റ് ആണ്, ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആണ്. ഈക്വലി ആൻഡ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റുകൾക്കിടയിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും നമ്മൾ പഠിച്ചതാണ്.
ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഇത് ടെക്സ്റ്റ് ബുക്കിലെ സെയിം ഡയഗ്രാണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ് നമുക്ക് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കണ്ടോ, മനസ്സിലായല്ലോ. അതാണ് ഇലക്ട്രോൺ ഇവിടുന്ന് ഫാൾ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. -E ആണ് ഇലക്ട്രോൺ. അത് നോക്കൂ, നെഗറ്റീവ് ചാർജ് പ്ലേറ്റ് ആണല്ലോ ഇത്. അവിടുന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് വരിക, ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ഡയഗ്രം ഓക്കെയാണ്. അതുപോലെ ഇവിടെ ക്വസ്റ്റ്യനിൽ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് പോസിറ്റീവ് പ്ലേറ്റ് ഇവിടെ ആക്കി നെഗറ്റീവ് പ്ലേറ്റ്, പക്ഷേ ഇവിടെ പ്രോട്ടോൺ ആണ്. അപ്പോൾ പ്ലസ് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ താഴോട്ടാണ്. അപ്പോൾ നോക്കി, ഇവിടുന്ന് പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ഇങ്ങോട്ട് വരും. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? സെയിം ഡിസ്റ്റൻസ്. കമ്പയർ ദ ടൈം ഓഫ് ഫാൾ ഇൻ ഈച്ച് കേസ്. ടൈം ഓഫ് ഫാൾ കമ്പയർ ചെയ്യാൻ എത്ര കണ്ടെത്തണമെന്നില്ല, കമ്പയർ ചെയ്താൽ മതി. പിന്നെയോ കോൺട്രാസ്റ്റ് ദ സിറ്റുവേഷൻ വിത്ത് ദാറ്റ് ഓഫ് ഫ്രീ ഫോൾ അണ്ടർ ഗ്രാവിറ്റി. ഓക്കെ, ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ട് ചെയ്യാം, ടൈം കമ്പയർ ചെയ്യാം. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇവിടെ നോക്കി, ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ചാർജഡ് പാർട്ടിക്കിൾ നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ചാർജഡ് പാർട്ടിക്കിൾ നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? F is equal to QE ആണ്. F is equal to QE. അല്ലെങ്കിൽ ഉദാഹരണം ഉണ്ടല്ലോ, ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്, ചാർജഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ രണ്ട് കേസിലും F is equal to QE എന്നുള്ള ഫോഴ്സ് ഉണ്ടാവും. അത് മനസ്സിലായി, അവിടെ നിൽക്കട്ടെ. ഇനി ഈ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. ആക്സിലറേഷൻ ആരാ? F/m. ആ എഫ് ഇവിടെ ആരാ? QE ഡിവൈഡഡ് ബൈ എം. നമ്മളെ കേസിൽ Q ആരാ? EE/m. ഞാൻ ഡിറക്ഷൻ എടുക്കണില്ല, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഒന്നും കൊടുക്കാത്തത്. ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. എന്ന് വെച്ചാൽ ഇതിലെ അല്ലേ, രണ്ടിൻ്റെ കേസിൽ Q എത്ര? E ആണ്. ഇവിടെ ചാർജ് E, ഇലക്ട്രിക് ഫീൽഡ് E. ഇലക്ട്രിക് ഫീൽഡിന് യൂണിഫോം വാല്യൂ ആണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ E കോൺസ്റ്റൻറ്റ്. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? M. കാരണം അതിപ്പോൾ ഇലക്ട്രോൺ ആണെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ മാസ് ഇവിടുന്ന് ഫാൾ ചെയ്ത് ഇവിടെ എത്തുന്നത് വരെ അതിൻ്റെ ഇടയിൽ മാസ് ചേഞ്ച് ചെയ്യില്ലല്ലോ. അതുപോലെ പ്രോട്ടോൺ ആണെങ്കിലും പ്രോട്ടോണിൻ്റെ മാസ് ചേഞ്ച് ചെയ്യില്ല. മനസ്സിലായല്ലോ. പിന്നെ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളുടെ ആക്സിലറേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ആക്സിലറേഷൻ എന്തെന്നാണ് ഇവിടെ മനസ്സിലായത്? A is equal to a constant ആണ്. A is equal to constant. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താ? നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. കാരണം നമുക്ക് ടൈമല്ലേ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ അറിയാം, ഇനി ടൈം കണ്ടെത്തിയാൽ മതി. മനസ്സിലായോ? പിന്നെ ഫാൾസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വീഴാൻ തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0. നോക്കൂ, ഏത് ഇക്വേഷൻ മതി നമുക്ക്? S is equal to ut plus half at². ഇക്വേഷൻസ് ഓഫ് മോഷൻ, കാരണം ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. S equal to ut plus half at². അതിലെ ടൈം കണ്ടെത്തിയാൽ മതി. ഇനീഷ്യൽ വെലോസിറ്റി നോക്കൂ, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അത് രണ്ട് കേസാണെങ്കിലും. ഇനി നമുക്കിതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ വാല്യൂ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണില്ല തൽക്കാലം, കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ നമുക്ക് ആ ജനറൽ ഇക്വേഷൻ തന്നെ ഫോം ചെയ്യാം. U is equal to 0. മനസ്സിലായല്ലോ. ദെൻ ഇവിടെ എന്താ ഉള്ളത്? S equal to half at². T² മാത്രം ഇവിടെ നിർത്തുക. അപ്പോൾ T² is equal to 2S divided by A. 2S divided by A, which implies T is equal to KT. അതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ, കാരണം എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2S ഹോൾ ഡിവൈഡഡ് ബൈ ആരാ? EE ഡിവൈഡഡ് ബൈ M. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ടിയിലേക്ക് പോകാം. അപ്പോൾ T is equal to √2SM ഹോൾ ഡിവൈഡഡ് ബൈ EE. ഇതാണ് ടൈമിൻ്റെ ഇക്വേഷൻ. മനസ്സിലായോ? ഇതേ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യാൻ, തുല്യ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം. അപ്പോൾ നമ്മുടെ കേസിലുള്ള പ്രത്യേകത നോക്കും. 2 കോൺസ്റ്റൻറ്റ്, S കോൺസ്റ്റൻറ്റ്, മാസ് കോൺസ്റ്റൻ്റ് ഇല്ല, കാരണം ഒരു കേസിൽ ഇലക്ട്രോൺ ആണ്, മറ്റേ കേസിൽ പ്രോട്ടോൺ ആണ്. രണ്ടിൻ്റെയും ചാർജ് കോൺസ്റ്റൻ്റ് ആണ്, ഇയും കോൺസ്റ്റൻ്റാണ്, ഇലക്ട്രിക് ഫീൽഡും കോൺസ്റ്റൻ്റാണ്. ദെർഫോർ ഈ കേസിൽ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് T പ്രപ്പോർഷണൽ ടു √M എന്നെഴുതാം. അപ്പോൾ ടൈം ടേക്കൺ ബൈ ദ ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ബൈ ദ പ്രോട്ടോൺ. കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്, കണ്ടോ അല്ലേ? കമ്പയർ ദ ടൈം ഓഫ് ഫാൾ എന്നാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കമ്പാരിസൺ, നമുക്ക് കറക്റ്റ് വാല്യൂ കണ്ടെത്താതെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു, കാരണം നോക്കൂ ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടൈം മാസ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് പ്രോട്ടോൺ എന്ന മാസ് ഓഫ് പ്രോട്ടോൺ. നോക്കൂ, ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മാസ് എത്ര? 9.1 × 10⁻³ കിലോഗ്രാമാണ്. പ്രോട്ടോണിൻ്റെ 1.67 × 10⁻27 കിലോഗ്രാമാണ്. അപ്പോൾ ആരെ വലുത്? പ്രോട്ടോണിൻ്റെ മാസ് വലുത്. എന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്റർ വലുതാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലെസ് ദാൻ 1, കാരണം ഡിനോമിനേറ്റർ വലുതാണ്.
വാട്ട് ഡസ് ഇറ്റ് മീൻ? ടൈം ടേക്കൺ ബൈ ദ ഇലക്ട്രോൺ ഈസ് ലെസ് ദാൻ, ഇയാളെങ്ങോട്ട് കൊണ്ടുപോവുക, ടൈം ടേക്കൺ ബൈ ദ പ്രോട്ടോൺ. ദാറ്റ് മീൻസ് പ്രോട്ടോൺ വിൽ ടേക്ക് ലോങ്ങർ ടൈം. പ്രോട്ടോൺ കൂടുതൽ ടൈം എടുക്കും തുല്യ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരേ ഇലക്ട്രിക് ഫീൽഡിൽ കവർ ചെയ്യാൻ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? നോക്കൂ, എന്താ ഇതിൻ്റെ അത്ഭുതം? ഇതിൻ്റെ അത്ഭുതം നോക്കൂ, അത് ഇവിടെ തന്നെ കിട്ടും. മാസ് കൂടിയ ആളാണ് കൂടുതൽ ടൈം എടുക്കുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളും അല്ലെങ്കിൽ വ്യത്യസ്ത ചാർജ്ഡ് പാർട്ടിക്കിൾ തുല്യ ദൂരം കവർ ചെയ്യാൻ ആരാ കൂടുതൽ ടൈം എടുക്കുക? കൂടുതൽ മാസീവായിട്ടുള്ള പാർട്ടികളാണ് കൂടുതൽ ടൈം എടുക്കുക. അതാണ് പോയിന്റ്. ടി പ്രപ്പോർഷണൽ ടു റൂട്ട് എം. ടി പ്രപ്പോർഷണൽ ടു റൂട്ട് എം. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കൂ, ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. കോൺട്രാസ്റ്റ് ദ സിറ്റുവേഷൻ വിത്ത് ഫ്രീ ഫോൾ അണ്ടർ ഗ്രാവിറ്റി എന്നല്ലേ പറഞ്ഞത് അല്ലേ? കോൺട്രാസ്റ്റ് ദ സിറ്റുവേഷൻ വിത്ത് ഫ്രീ ഫോൾ അണ്ടർ ഗ്രാവിറ്റി. ഫ്രീ ഫോൾ അണ്ടർ ഗ്രാവിറ്റിയിൽ നോക്കൂ, ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ നമ്മൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ്, അപ്പോൾ യു പോയി, അപ്പോൾ ഹാഫ് എ ടി സ്ക്വയർ, ഹാഫ് എ ടി സ്ക്വയർ കാണും. റെഡിയല്ലേ? അവിടെ എ എന്ന് പറഞ്ഞാൽ ആരാ? ജി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടീൻ്റെ ഇക്വേഷൻ എന്താ കിട്ടുക? റൂട്ട് ഓഫ് 2s/g എന്നാണ്. 2s/g ആണല്ലോ, 2s/g. നോക്കൂ, ഇതിലെന്തില്ല? മാസില്ല. എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ അല്ലെങ്കിൽ അണ്ടർ ഫ്രീ ഫോൾ അണ്ടർ ഗ്രാവിറ്റിൻ്റെ കേസിൽ ടൈം ടേക്കൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്, ബട്ട് ഹിയർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാസ്. ഇതാണ് കമ്പാരിസൺ. മനസ്സിലായോ? അപ്പോൾ ഫ്രീ ഫോൾ അണ്ടർ ഗ്രാവിറ്റിയുമായിട്ട് നിങ്ങളിതിനെ കൺസിഡർ ചെയ്യുന്ന സമയത്തുള്ള വ്യത്യാസം എന്താണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഫാൾ ചെയ്യാൻ എടുക്കുന്ന ടൈം ആരെ ഡിപ്പെൻഡ് ചെയ്യും? മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. മാസ് കൂടിയ ആൾ കൂടുതൽ ടൈം എടുക്കും, മാസ് കൂടിയ ആൾ കൂടുതൽ ടൈം എടുക്കും. എന്നാൽ അത് ഫ്രീ ഫോളിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഇനി ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. 14th ക്വസ്റ്റ്യൻ. 14th ക്വസ്റ്റ്യന് നോക്കൂ, നിങ്ങൾ അവിടെ കേസ് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ആക്ച്വലി ഇവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വളരെ റഫായിട്ട് പെട്ടെന്ന് കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും ഇതിൽ, കാരണം അതുമാത്രം നമ്മൾ ആ കാര്യങ്ങൾ സംസാരിച്ചാണ്. അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. പെട്ടെന്നാണ് ഇതിൻ്റെ ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് ഒരു ന്യൂട്രൽ മെറ്റാലിക് സ്ഫിയർ കൊണ്ടുവച്ചു ആ ഫീൽഡിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റീഅറേഞ്ച് ചെയ്യും. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഏതാണ് ആ റീഅറേഞ്ച്ഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിലെ കൂട്ടത്തിൽ ശരിയായത് എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇതാണ് കേസ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ആ റീഅറേഞ്ച്മെൻ്റ് ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു മെറ്റാലിക് സ്ഫിയർ ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും ഇനീഷ്യലി എന്ന് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീൽഡിലെ ഇൻസൈഡ് ദ സ്ഫിയർ അല്ലെങ്കിൽ ഇൻസൈഡ് എ മെറ്റാലിക് കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് 0 സ്റ്റാറ്റിക് കേസിൽ ഇത് നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഇനീഷ്യലി നമ്മൾ പറയുന്നു ഈ ഫീൽഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് പിന്നെ ഇല്ലാതാവുന്നത്. അതെങ്ങനെ? അപ്പോൾ നമുക്കറിയാം ചാർജിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അപ്പോൾ എത്ര? F ഈസ് ഈക്വൽ ടു QE. അപ്പോൾ ഇതിലുണ്ടാകുന്ന പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ് നോക്കൂ ഈ സൈഡിലേക്ക് ഇൻഡ്യൂസ് ചെയ്യും, നെഗറ്റീവ് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. മനസ്സിലായോ? ഈ ഫീൽഡ് ഇതിനുള്ളിൽ കയറിയതിൻ്റെ ഇഫക്റ്റിലാണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. ഇനി എന്താ സംഭവിക്കുക നോക്കൂ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിൽ കയറിയതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഉണ്ടായത്. പക്ഷേ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാറോ? ഇനിയിപ്പോൾ ഇതിലൂടെ പോകുന്ന ഫീൽഡ് ലൈന് ഈ വിവരമൊന്നും അറിയണില്ല, മൂപ്പര് നേരെ പോയി. ഇവിടെ ഇൻഡക്ഷനെ പറ്റിയൊന്നും മൂപ്പര് അറിയണില്ല. അടുത്ത ഫീൽഡ്, കാരണം ഇതാരെ ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് പോണ പാത്താണല്ലോ. നോക്കൂ ഈ ഫീൽഡ് ലൈൻ നോക്കൂ, ഇതിങ്ങനെ വന്നപ്പോഴാണ് നെഗറ്റീവ് ചാർജിനെ കണ്ട് അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ട് ബെൻഡ് ചെയ്തു. പക്ഷേ അപ്പോഴാണ് പോസിറ്റീവിന് അപ്പുറത്തുണ്ട്, അപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ പോയി കണ്ടാ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ആരുടെയും ഇഫക്റ്റ് ഇല്ല. അപ്പോൾ നോക്കൂ അത് നേരെ തന്നെ പോയി. അടുത്ത ഫീൽഡ് ലൈൻ നോക്കൂ, ഞാൻ വരയ്ക്കുന്നതിൽ ബെൻഡിങ് നോക്കരുത് കേട്ടോ. നോക്കൂ ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചതിൽ ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്, ബാക്കി ബെൻഡ് നോക്കരുത്. ഈ ബെൻഡ് ഇമ്പോർട്ടൻ്റാണ്. ഈ ഫീൽഡ് ലൈൻ നോക്കൂ ഇങ്ങനെ വന്നപ്പോഴാണ് ആരെ കാണുന്നത്? നെഗറ്റീവ് ചാർജിനെ കണ്ടു. ഒന്നും നോക്കിയില്ല, ചാടി വീണു. കാരണം സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ചാടി വീണു. മനസ്സിലായോ? ഇവിടെ നോക്കൂ ഈ ഫീൽഡ് ലൈൻ ഇത് നേരെ നോക്കൂ. ഇപ്പോൾ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ ഇൻസിഡൻറ്റ് നെഗറ്റീവിനെ കണ്ട് പിന്നെ ഒന്നും നോക്കാനില്ല. ഇയാൾ നോക്കൂ ഇങ്ങനെ വന്നപ്പോഴാണ് നെഗറ്റീവിനെ കണ്ടപ്പോൾ നോക്കൂ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് അങ്ങോട്ട് ചാടി. ഇയാളെ കേസാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നെഗറ്റീവിനെ കണ്ടപ്പോൾ ലേശം ഒന്ന് അങ്ങോട്ട് എടുത്തപ്പോൾ പോസിറ്റീവിനെ കണ്ടപ്പോൾ ഉത്തരം കെട്ടന്നെ ഒന്ന് പിന്നെ അതേ പാത്ത് ഫോളോ ചെയ്തു ലൈക്ക് ദിസ്. ഇയാൾ ഫാർ അവേ ആയതുകൊണ്ട് മൂപ്പര് ഈ വിവരമൊന്നും പറഞ്ഞില്ല. ഇതാ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ തുടരുന്നു.
ഇനി ഈ ഫീൽഡ് ലൈനും ഇവിടെ ഫീൽഡ് ലൈൻ വരയ്ക്കാൻ പോവുക. ഈ ഫീൽഡ് ലൈൻ ഇവിടെ അവസാനിച്ചു, ഇതിൻ്റെ ഒരു ബാക്കി ഇനി പുറത്തുണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത്. മനസ്സിലായല്ലോ? ഓക്കെ. അങ്ങനെ ആ സൈഡിൽ നിന്ന് നമുക്ക് ഫീൽഡ് ലൈനിനെ വരയ്ക്കണമെങ്കിൽ, ഈ സൈഡിൽ നിന്ന് വരയ്ക്കണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ജസ്റ്റ് ഇവിടെ വെച്ച് നോക്കുക. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് എന്താ ചെയ്യുക? ഇങ്ങനെ ഇതിലങ്ങോട്ട് റിപ്പൽ ചെയ്യും അല്ലേ? ഇതിലിങ്ങനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യുക. പക്ഷെ എന്താ സംഭവിക്കുക അറിയോ? ഇവിടുന്ന് ആ പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ റിപ്പൽ ചെയ്ത് കുറച്ചാണ് മൂവ് ചെയ്തപ്പോൾ ഇയാളെ ഇൻഫ്ലുവൻസ് കഴിഞ്ഞു. പിന്നെ ഇവിടെ ആരെ ഇൻഫ്ലുവൻസ് ഉള്ളത്? ഇവിടെ നമ്മുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇങ്ങനെ പോകും. ഇവിടെ നോക്കൂ, ഇത് സ്ട്രൈറ്റ് ആയിട്ട് പോയി, കാരണം പെർപെൻഡിക്കുലർ. ഇവിടുന്ന് ഇതിൽ എങ്ങോട്ടാ റിപ്പൽ ചെയ്യുക. പക്ഷേ കുറച്ചും കൂടെ മൂവ് ചെയ്തപ്പോൾ നോക്കൂ, ആ ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കഴിഞ്ഞു. അപ്പോൾ നോക്കൂ, പിന്നെ എങ്ങനെ പോവുക. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിലേക്ക് ആരായിട്ട് മാച്ച് ആവണം നോക്കുക. ആരായിട്ട് മാച്ച് ആവണം? ഇയാളായിട്ട് മാച്ച് ആവുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡ്. ഇനി ഒബ്ജക്റ്റീവിലൊക്കെ ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് ആലോചിക്കാം. അതെങ്ങനെ നോക്കൂ, ഇതൊരു ഫീൽഡ് ലൈൻ ആണോ? അല്ല, കാരണം ഇത് സർഫസിന് പെർപെൻഡിക്കുലർ അല്ല. പിന്നെ ഉള്ളിൽ കൂടെ പെനിട്രേറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് ആ സ്റ്റാറ്റിക് കണ്ടീഷൻ ആണല്ലോ. ഇനി ഇത് സർഫസിന് പെർപെൻഡിക്കുലർ അല്ല. ഞാണ് തന്നെ കൂട്ടുക, ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ ഈ പോക്ക്? അതിന് പുറത്തു കൂടെ അല്ലെങ്കിൽ ഉള്ളിൽ കൂടെ എങ്ങനെയാണെങ്കിലും ദിസ് ഈസ് റോങ്. അങ്ങനെ പോക്കില്ല. നോക്കൂ, ഇത് സർഫസിന് പെർപെൻഡിക്കുലർ അല്ല, അതുകൊണ്ട് ദിസ് ഈസ് റോങ്. പിന്നെ അതാ ഈ കേസ് മാത്രമാണ് നമുക്ക്, ഈ ഡീൻ്റെ കേസ് മാത്രമാണ് ഇവിടെ നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ 500 മൈക്രോകൂളം ചാർജസ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ വർക്ക് ഡൺ. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ തന്നെ സിമിലർ ക്വസ്റ്റ്യൻ എന്തായാലും വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഓക്കെ, നോക്കൂ, ഈ കേസിൽ 500 മൈക്രോകൂളം സൈഡ് അറ്റ് ദ സെൻറ്റർ. ഇവിടെ സെൻറ്ററിൽ 500 മൈക്രോകൂളം ഉണ്ട്. ഫൈൻഡ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് 10 മൈക്രോകൂളം ബിറ്റ്വീൻ ഡയഗണലി ഓപ്പോസിറ്റ്. അതായത് ഇത് എ എന്നുള്ള പോയിൻ്റാണെന്ന് കരുതൂ, ഡയഗണലി ഓപ്പോസിറ്റ് ബി. ഒരു 10 മൈക്രോകൂളം ചാർജിനെ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ ഹൗ മച്ച് വർക്ക് ഈസ് ടു ബി ഡൺ എന്നാണ്. അപ്പോൾ നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ബി മൈനസ് വി എ. അപ്പോൾ ഇവിടെ ഇനീഷ്യലി ഈ 10 മൈക്രോകൂളം ഇല്ല. അതായത് ഇവിടെ 500 മൈക്രോകൂളമ്പിൻ്റെ ഒളുമ്പ് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ വേറെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോയിന്റ് ചാർജ് ആയതുകൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താ? 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ. ആർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. എഗെയിൻ ഇവിടുത്തെ എന്താ? 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ. ഈ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താ? സെയിം. ഇനി ഇവിടുന്ന് ഒരു ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ Q ഇൻറ്റു വി ബി മൈനസ് വി എ കൊടുക്കുക. ബട്ട് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് എയിലെ അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് ബിയിലെ പൊട്ടൻഷ്യൽ. ഐ എം റണ്ണിങ് എ ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റ് ബിക്കോസ് യു നോ ഓൾ ദോസ് തിങ്സ്. വി ബി സിക്കൽ വി ഐ സിക്കൽ വി ബി ആണ്. അതുകൊണ്ട് ഈ ടേം എത്ര കിട്ടുക? 0. Therefore work done is equal to 0 is the final answer. No work is to be done in moving a charge from A to B. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കലുണ്ട്, സർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ഈ ചാർജ് ബിയിലേക്ക് എത്തുന്നത് പിന്നെ എങ്ങനെയാണ്? ആരത് എത്തിക്കുന്നത്? അങ്ങനെ ഇവിടെ ഉള്ളൊരു ചാർജ് വെറുതെ ഇവിടെ എത്തും എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ആ പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? ഈ തന്നിരിക്കുന്ന 10 മൈക്രോകൂളമ്പ് ഇവിടെ ആണ് എന്ന് സങ്കല്പിച്ചാലും അല്ല അത് ഇവിടെയാണെന്ന് സങ്കല്പിച്ചാലും ഒരു എക്സ്റ്റേണൽ ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഇഫക്റ്റാണ് ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ മീനിങ്. അല്ല ഇവിടെ ഉള്ളൊരു ചാർജ് വെറുതെ അങ്ങോട്ട് ഓടി ഇവിടെ എത്തുന്നല്ല. മീൻസ് ഇതൊരു സിസ്റ്റമാണെന്ന് കൂട്ടുക. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പുറത്തുള്ള ഒരു ഏജൻറ്റിന് ഈ 10 മൈക്രോകൂളമ്പ് എയിലാണെന്ന് പറഞ്ഞാലും ബിയിലാണെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഒരേ ഇഫക്റ്റ് ഉണ്ടാക്കുക. അതാണ് അതിൻ്റെ മീനിങ്. അല്ല ഇവിടെ ഉള്ള ഒരാൾ വെറുതെ ഇവിടെ എത്തും എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നിങ്ങൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്തു പോകുന്നത്. A and B are two conducting spheres of same radii, A being solid and B hollow. Both are charged to the same potential. What will be the relation between the charges on the two spheres? ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായി നിങ്ങൾക്ക് മനസ്സിലാവണില്ല? കാരണം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട്സിൽ വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ ബോൾഡാക്കി കൊടുത്തിട്ടുണ്ടാവും ഈ കാര്യം. കാരണം ഒരു സ്ഫെരിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? 4πε0r. ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞ ആണല്ലോ. ഓക്കെ, 4πε0 എന്താ? ഒരു കോൺസ്റ്റൻറ്റാണ്. എന്താണ് അതിൻ്റെ SI യൂണിറ്റിലെ വാല്യൂ? കമോൺ,
9 ഇൻറ്റു 10⁻⁹ ആണോ? അല്ല, 1/9 ഇൻറ്റു 10⁻⁹. 1/4πε0ൻ്റെ വാല്യൂ ആയിരുന്നു 9 ഇൻറ്റു 10⁻⁹. 4πε0ൻ്റെ വാല്യൂ അതിൻ്റെ റെസിപ്രോക്കലാണ്, മറക്കരുത്. ഇനി 6 എന്ന് വെച്ചാൽ കപ്പാസിറ്റി ഓഫ് എ സ്പെരിക്കൽ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് റേഡിയസ്. അതിൻ്റെ റേഡിയസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെദർ ഇറ്റ് ഈസ് സോളിഡ് ഓർ ഹോളോ. സോളിഡ് ആണോ ഹോളോ ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ രണ്ടാൾക്ക് ഒരേ കപ്പാസിറ്റിയാണ്. ഒരേ കപ്പാസിറ്റി ആണെങ്കിൽ ഒരേ പൊട്ടൻഷ്യലും കൊടുത്താൽ പിന്നെ ചാർജ് രണ്ടും സെയിം അല്ലേ? കാരണം എന്താ, Q = എന്താ, C/V. ഒരേ റേഡിയസ് ഉള്ള സ്ഫിയറിന് സോളിഡ് ആണെങ്കിലും ഹോളോ ആണെങ്കിലും കപ്പാസിറ്റി സെയിം, പിന്നെ പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ചാർജ് എന്താവണം? സെയിം ആയിരിക്കണം. യെസ്, ഈ ക്വസ്റ്റ്യൻ സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തായിരുന്നു. ഗോസസ് ലോ ടു ഒബ്റ്റെയിൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി. ഇത് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചാണ് കേട്ടോ അത്. ഈ ക്വസ്റ്റ്യനിൽ അതുകൊണ്ടായിരിക്കും നിങ്ങൾ തന്നതല്ലേ. അതായത് ഇതൊരു ക്വസ്റ്റ്യനാണ്, ഇത് വേറെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യന് പ്രശ്നമില്ലല്ലോ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. റെഡി അല്ലേ? ഇൻഫിനിറ്റ്ലി ലോങ് ഡെറിവേഷനാണ്, നമ്മൾ ചെയ്തിട്ടുള്ള ഡെറിവേഷനാണത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. എക്സാക്ട് ഗിവൺ ബൈ ഈസ് ഈക്വൽ ടു 5ax + 2b. അതായത് യൂണിഫോം ഫീൽഡ് അല്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എക്സിനനുസരിച്ചിട്ട് ഫീൽഡ് മാറുന്നുണ്ട്. എക്സ് ആക്സിസ് ഇതാണ്, ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ഇത് M N എന്നുള്ള രണ്ട് സൈഡ് എടുക്കുക. ഇത് പിന്നെ നിങ്ങൾക്ക് കാരണം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിറക്റ്റഡ് അലോങ് എക്സ് ആക്സിസ് ആണ്. ഫീൽഡിൻ്റെ ഡിറക്ഷൻ ഇതാ ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ വെക്ടർ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഏരിയ വെക്ടർ നമുക്ക് മുകളിലേക്കാണ്. അപ്പോൾ ഇവിടെ 90 ആണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഈ എമ്മും എന്നും അല്ലാത്ത എല്ലാ സൈഡുകളുടെയും ഫ്ലക്സിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 0 ആണ്. ഇറ്റ് ഈസ് വെരി ക്ലിയർ. നമ്മൾ ക്ലാസ്സിൽ സോൾവ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ എന്താ പ്രശ്നമുള്ളത് എമ്മിലും എന്നിലുമാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് കാണാം, ഇവിടുത്തെ എമ്മിലെ ഫ്ലക്സ് കാണാം. ഇതിൻ്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്, ഇയാളെ ഏരിയ വെക്ടർ ഇവിടുന്ന് അങ്ങോട്ടാണ്, ഫീൽഡ് രണ്ടും അങ്ങോട്ടുമാണ്. അപ്പോൾ നമ്മുടെ ആ ടോട്ടൽ ഫ്ലക്സ് φ = φ1 + φ2. ഞാൻ ആദ്യം പറഞ്ഞിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ നമ്മുടെ പിന്നെ ഏർലിയർ വീഡിയോ ലെക്ചേഴ്സ് കാണുക കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ട് ഈ ഭാഗമൊക്കെ ക്യാൻസലായി എന്നുള്ളതിൻ്റെ ആൻസർ. ഇനി φ1 കാണാം. അപ്പോൾ φ1 = E1 S1 cos, ഇവിടുത്തെ ഫീൽഡ് അങ്ങോട്ട്, ഏരിയ വെക്ടർ ഇങ്ങോട്ട്, cos 180. ദാറ്റ് ഈസ് ഈക്വൽ ടു E1 എത്ര? 5ax + 2b. നോക്കാം, 5 ഇൻറ്റു എൻ്റെ വാല്യൂ എത്ര? 10. അപ്പോൾ 10 ഇൻറ്റു എക്സ് എത്ര? 0. അല്ലേ, ഇത് x = 0 ആണല്ലോ ഈ സ്ഥലം. അപ്പോൾ ആ ടേം പോയില്ലേ? 5ax + 2b. 2b എത്ര? b5 ഇൻറ്റു എസ്, സൈഡ് ലെങ്ത് തന്നില്ല, is directed, fill the above figure, means this is the figure, is directed along x direction and A is given by, okay, A and B are constant with the dimensions A and തന്നിട്ടുണ്ട്, B. Calculate the electric flux. സൈഡ് ലെങ്ത് അവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. സൈഡ് ലെങ്ത് 10 cm. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്ര ആയിരിക്കും ഉണ്ടാവുക? ഏരിയ 10 × 10⁻², അപ്പോൾ സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു cos 180 ഈസ് -1. യെസ്, അപ്പോൾ ഈ ടേം പോയി അല്ലേ, ഇത് പോയി, ദിസ് ഈസ് 0. ഇത് 2 × 5 10 ഇൻറ്റു ദിസ് ഈസ് 10⁻⁻1, അതിൻ്റെ സ്ക്വയർ 10⁻⁻2 ആണല്ലോ. എനിക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തണേ. ദാറ്റ് ഈസ് ഇൻറ്റു നെഗറ്റീവ് സൈന് മൈനസ്, ആ നെഗറ്റീവ് മൈനസ് ഇവിടെ അല്ലേ 10⁻⁻1 ആകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് പിന്നെ ഇങ്ങോട്ട് ഒന്ന്, അപ്പോൾ മൊത്തം 0.1 എന്നല്ലേ കിട്ടുക ഇവിടെ, 0.1. അപ്പോൾ 0.1 എന്ന് പറഞ്ഞാൽ 10⁻⁻1, 10⁻⁻1ൻ്റെ സ്ക്വയർ 10⁻². ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മൊത്തത്തിൽ അപ്പോൾ എത്രയായി? 10 × 10⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു -0.1 ന്യൂട്ടൺ പെർ കുളോംബ് മീറ്റർ സ്ക്വയർ. അവിടെ നിൽക്കട്ടെ, ആണല്ലോ. φ1 കിട്ടി. ഇനി ഇതേപോലെ നിങ്ങൾ ആരെ കാണണം? φ2 കാണണം.
2 നമുക്ക് phi 2 കണ്ടെത്താം. അപ്പോൾ phi 2 is equal to E2 ES2 cos 0, കാരണം ഇവിടെ രണ്ടും ഒരേ ഡയറക്ഷനില്ല, ഫീൽഡും അങ്ങോട്ടാണ് ഏരിയ വെക്ടറും അങ്ങോട്ടാണ്. അപ്പോൾ E2 നോക്കൂ, E2 5 into A is 10 into X is 10 centimeter, അപ്പോൾ 10 into 10 raised to minus 2 അത്രയും മീറ്റർ. അപ്പോൾ ഇതാരായി, ഇത് AX ആയി. ഇനി 2B, 2 into B is 5 into cos 0 is 1. cos 0ൻ്റെ മുമ്പ് ഏരിയ ഉണ്ട്, ഏരിയ 10 into 10 raised to minus 2 the whole square, that is equal to 10 raised to minus 2 into cos 0 is 1. cos 0 is 1 ആണല്ലോ. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് that is equal to, you will get, ഇത് എത്രയാണ്, 10 സ്ക്വയർ, ഇതാ 10 സ്ക്വയറും ഇതും ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടെ 5, 2 into 5 ഇവിടെ 15 into 10 raised to minus 2 എന്ന് കിട്ടി ഇവിടെ. 15 into 10 raised to minus 2 ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര കിട്ടുക, 0.15 എന്ന് കിട്ടും, ന്യൂട്ടൺ പെർ കുളോംബ് മീറ്റർ സ്ക്വയർ. ഇനി ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യല്ലോ. അപ്പോൾ 0.15 മൈനസ് 0.1, ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 ന്യൂട്ടൺ പെർ കുളോംബ് മീറ്റർ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ചെയ്തിട്ട് ചെക്ക് ചെയ്യുക, എവിടെയെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഇനി നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് വിത്തിൻ ദ ക്യൂബ്, ആ ക്യൂബിലുള്ള നെറ്റ് ചാർജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഇതൊരു എൻക്ലോസ്ഡ് അല്ലേ, അപ്പോൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യുക. ഫൈ ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0, അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഫൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8.85 into 10 raised to minus 12 into phi is 0.05. എത്ര എന്നുള്ളത് സോൾവ് ചെയ്യുക, അത്രയും കൂളോംബ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത്രയും കൂളോംബ് ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാൽക്കുലേറ്റ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ സി, ഇയാളെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഇഫ് ദ ഇക്വലന്റ് കോമ്പിനേഷൻ 15 മൈക്രോ ഫാരഡാണ്, മൊത്തത്തിൽ 15 ആണ്, അങ്ങനെയാണ് സി എത്രയാണ്. അത് നോക്കൂ, ഇത് 10ഉം 10ഉം എന്താ പാരലലാണ്, അപ്പോൾ എത്രയായി 20യും ഈ സിയും എന്താ സീരീസിൽ, അപ്പോൾ എത്രയായി സീരീസ് കോമ്പിനേഷനിലാണെങ്കിൽ CS ഈസ് ഈക്വൽ ടു C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഈ CS ആണ് ക്വസ്റ്റിൽ തന്ന 15 മൈക്രോ ഫാരഡ്, 15 മ്യൂ എഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു C1, ഇയാളെ മൊത്തത്തിലാണ് നമ്മൾ C1 എന്ന് വിളിച്ചത്, ഇതിപ്പോൾ എത്ര 20, അപ്പോൾ 20C ഡിവൈഡഡ് ബൈ 20 പ്ലസ് C, മൈക്രോ ഫാരഡാന്ന് ഓർമ്മ ഉണ്ടായാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 20നെ നോക്കൂ, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ എത്രയും 2 into 15 30, അപ്പോൾ 300 പ്ലസ് 15C, ദാറ്റ് ഈസ് ഈക്വൽ ടു 20C. 300 ഈക്വൽ ടു 5C, ക്ലിയർ? ഓർ C is equal to 300 divided by 5. 30ൽ 5 എത്രയുണ്ട്, 6, therefore 60 microfarad is the final answer. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ഇവിടെ ഇതിൽ ഇക്വലന്റ് കപ്പാസിറ്റി കാണാനല്ലേ ക്വസ്റ്റ്യൻ, ഇക്വലന്റ് കപ്പാസിറ്റൻസ്. ആൾസോ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ചാർജ് ചോദിച്ചിട്ടുണ്ട്. ഓരോന്നിലുള്ള ടോട്ടൽ ചാർജ് 100 വോൾട്ടിന് അക്രോസിൽ കണക്ട് ചെയ്താൽ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് ആദ്യം നമുക്ക് ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാം. നോക്കൂ, ഇവിടെ 60 ഇങ്ങനെ വയർ ബെൻഡ് ചെയ്തിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. ഇത് മൂന്നും എന്താ സീരീസിലാണ്. ഇതിനെ മൂന്നിനും കൂടി കണ്ട് ഒഴിവാക്കിയിട്ട് ഒരൊറ്റ ഒന്നാക്കി മാറ്റുക. അവിടെ ഉണ്ടോ, ഇങ്ങനെയാണ് പിടിക്കുക. യെസ്, ഇങ്ങനെയാണ് പിടിച്ചു. അപ്പോൾ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റീസ് കണക്റ്റഡ് ഇൻ സീരീസ് C/3 അല്ലേ. അപ്പോൾ 60/3 എന്നല്ല കിട്ടുക. നോക്കൂ, 60/3 ദാറ്റ് ഈസ് ഈക്വൽ എത്ര 20. അപ്പോൾ ഇതില്ല, ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പകരം ഇവിടെ ഒരൊറ്റ 20 മതി, 20 മൈക്രോ ഫാരഡ്. നോക്കി, ഇത് രണ്ടും എന്താ പാരലലാണ് സമയത്ത് എത്ര, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക 20 അല്ലേ. 10 + 10 20. അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് ഇതിനെ വെട്ടിയിട്ട് ഇത് 20 ഇനി ആ 20യും ഈ 20യും ഇപ്പോൾ എന്താ പാരലൽ. അപ്പോൾ എത്രയായി 40
40. ആ 40യും ഈ 40 എന്താ സീരീസിൽ, അപ്പോൾ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റീസ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ 40/2. Therefore the final answer is 20 microfarad. 20 microfarad is the right answer. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫൈനൽ ഡയഗ്രാം എന്താ കിട്ടുക നോക്കൂ. ഇത് 40 കിട്ടും, പിന്നെ 40ൻ്റെ ഇവിടെ ഫൈനലല്ല, ഞാൻ അടുത്ത ക്വസ്റ്റൻ കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. യെസ്, ഇവിടെ ദിസ് ഈസ് 20, ദിസ് ഈസ് 20, ദിസ് ഈസ് 40. ഇതിൻ്റെ അക്രോസിൽ നമ്മൾ 100 വോൾട്ട് കണക്ട് ചെയ്ത് 100 വോൾട്ട്. ഇതാണ് കേസ്. ഒക്കെ മൈക്രോഫാരഡ് കേട്ടോ. ടോട്ടൽ ചാർജ് ആണല്ലേ. അപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ ചാർജ് ആണ്, ടോട്ടൽ കപ്പാസിറ്റി കണ്ടാൽ മതി. അപ്പോൾ Q is equal to C/V. Q is equal to CV. അപ്പോൾ C എത്ര? 20 × 10⁻⁻6. V എത്ര? 10⁻². ദാറ്റ് ഈസ് 2. ഇതെത്ര? 10⁻4. 10⁻4 ഒരു 0 പോയി. അപ്പോൾ 2 × 10⁻³ കൂളോം. 2 milli coulomb is the right answer. Now നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് തരാത്തതാണ്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അസൈൻമെൻറ്റിലില്ല കേട്ടോ. ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടി ഞാൻ അവിടെ സംസാരിക്കുകയാണ്. ഇതിൽ നോക്കൂ, ഫിഗർ ട്രാക്സ് ഓഫ് 3 പാർട്ടിക്കിൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്നുള്ളതിൽ ഇപ്പോൾ ഡൗട്ട് ഇല്ലല്ലോ. ഈക്വലൻ്റ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റുകളാണ്, അതിൻ്റെ ഇടയിൽ യൂണിഫോം ഫീൽഡ്. ഇവിടുന്ന് പാർട്ടിക്കിൾസ് ഇങ്ങനെ വരിക, ഫീൽഡ് കൂടെ പാസ് ചെയ്തപ്പോൾ സംഭവിച്ചു നോക്കും. ഗീവ് ദ സൈൻസ് ഓഫ് ദ 3 ചാർജസ്. അതൊക്കെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 1ഉം 2ഉം ഏത് പ്ലേറ്റിൻ്റെ അടുത്തൊക്കെ ബെൻഡ് ചെയ്ത്? പോസിറ്റീവ് പ്ലേറ്റിൽ. അപ്പോൾ 1ഉം 2 എന്താ ചാർജ്? നെഗറ്റീവ്. ഇയാളും നെഗറ്റീവ്, ഇയാളും നെഗറ്റീവ്. ഡൗട്ടില്ലല്ലോ. അതേപോലെ തേർഡ് പാർട്ടിക്കിൾ എങ്ങോട്ടാണ് ബെൻഡ് ചെയ്ത്? നെഗറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്തേക്ക് ആരാ വരിക? പോസിറ്റീവ് ചാർജ്. അതൊക്കെ. പക്ഷെ അടുത്ത പാർട്ട്, വിച്ച് പാർട്ടിക്കിൾ ഹാസ് ഹയസ്റ്റ് ചാർജ് ടു മാസ് റേഷ്യോ? ചാർജ് ടു മാസ് എന്ന് പറഞ്ഞാൽ Q/m. ഇത് ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്നാണ്. ചാർജ് ടു മാസ് റേഷ്യോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ ഇത് മൂന്ന് മനസ്സിലാക്കി വെക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതം. Q/m റേഷ്യോ ആർക്കാ കൂടാ? അയാൾക്കാണ് കൂടുതൽ ഡിഫ്ലക്ഷൻ സംഭവിക്കുക. മനസ്സിലായി? ഈ Q/m റേഷ്യോക്ക് എന്താ പറയുക? Q/m റേഷ്യോക്ക് ഒരു പേരുണ്ട്. എന്താ? സ്പെസിഫിക് ചാർജ്. എന്താണ്? സ്പെസിഫിക് ചാർജ് എന്നാണ് Q/m റേഷ്യോക്ക് പറയാം. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, E/m സ്പെസിഫിക് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ മില്ലിക്കൺ സോയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ഒക്കെ പഠിച്ചില്ലേ? അപ്പോൾ E/m എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ സ്പെസിഫിക് ചാർജ്. കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ്, അതുകൊണ്ട് Q/m അവിടെ E/m എന്ന് വിളിച്ചെന്നുള്ളൂ. അപ്പോൾ ഡിഫ്ലക്ഷൻ കൂടുതലുള്ള ആൾക്കായിരിക്കും Q/m കൂടുക, അല്ലെങ്കിൽ സ്പെസിഫിക് ചാർജ് കൂടുതലുള്ള ആൾക്കാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുക. അപ്പോൾ ഇതിൽ ഡയഗ്രത്തിൽ, പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രത്തിൽ കൺഫ്യൂസിങ്, ആർക്കാണ് ഡിഫ്ലക്ഷൻ എന്ന് മനസ്സിലാവാൻ. അപ്പോൾ ഞാൻ വേറെ ഡയഗ്രം നിങ്ങൾക്ക് വേണ്ടി വരച്ചതാണ്. അപ്പോൾ ഇതിൽ ഡിഫ്ലക്ഷൻ ഏറ്റവും കൂടുതൽ ആർക്കുള്ളത്? തേർഡ് പാർട്ടിക്കിളിന്. അതുകൊണ്ട് Q/m റേഷ്യോ ആർക്കാ കൂടുക? തേർഡിന്. അപ്പോൾ തേർഡ് പാർട്ടിക്കിൾ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഈ ചെയ്തതിലുള്ള ഡൗട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റനിൽ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുമ്പ് നിങ്ങൾ ഈ 2 ചാപ്റ്ററും നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് യഥാർത്ഥത്തിൽ കറണ്ട് ഇലക്ട്രിസിറ്റി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ വെരി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ ഓർഡർ ഒക്കെ ഇലക്ട്രിക് ചാർജായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓർഡർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ആദ്യം അങ്ങനെ പഠിച്ചു പോകുമ്പോഴാണ് നിങ്ങൾക്ക് ടോപ്പിക്കും എൻജോയ് ചെയ്യാൻ പറ്റുക. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഈ വർഷം ശരിക്കും ഉണ്ട്. മറ്റേ ഒന്നിലധികം ടീച്ചേഴ്സ് എടുക്കുമ്പോൾ സൈമൾട്ടേനിയസ്ലി 2 ടോപ്പിക് എടുക്കാൻ നിർബന്ധിതരാണ്. ഇത് നിങ്ങൾ പെർഫെക്റ്റ് ഓർഡറിലാണ് ഇപ്പോൾ പഠിച്ചു പോകുന്നത്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.